എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണി മുത്തെന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ കാവിനെ പറ്റിയും പതിയെ പറ്റിയും ഒക്കെ സംസാരിച്ചു, കുലദേവതയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ഈ കുലദേവത എന്ന് പറയുന്നതിൽ എല്ലാവർക്കും അറിവില്ലാത്ത കാര്യമാണ്. കുലദേവത ആരാണ്, എന്താണ് കുലദേവത, എങ്ങനെയാണ് കുലദേവത എന്നൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് നമുക്ക് അപ്പനും അമ്മയുമുണ്ട്, എല്ലാവർക്കും ഇല്ലേ, എല്ലാവർക്കും അപ്പനും അമ്മയുമുണ്ട്. അപ്പം ഈ അപ്പൻ്റെ വഴിക്ക്, അതായത് അച്ഛൻ എന്ന് പറയുന്ന ആളുടെ വഴിക്ക് കുലദേവതയുണ്ട്. ഇതിനെ നമ്മൾ ഗുണപതിപ്പുറം എന്ന് പറയും. ഗുണപതിപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വഴിക്കുള്ള കുടുംബ ദേവത അല്ലെങ്കിൽ കുലദേവതേനെയാണ് ഗുണപതിപ്പുറം എന്ന് പറയുന്നത്. അപ്പം ഈ ഗുണപതിപ്പുറത്തിൽ നിൽക്കുന്ന ഈ കുടുംബദേവതയ്ക്ക് ഉള്ള റോള് അല്ലെങ്കിൽ അവർ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലെല്ലാത്തിലും ഇവർ വഴികാട്ടിയാണ്. വഴികാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ആവണം, എന്താവണം, എങ്ങനെ നമ്മൾ ജീവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും അതിനെ നമ്മളിലേക്ക് അതിനുള്ള അനുഭവങ്ങൾ തരുന്നതും ഇവരാണ്. ഈ വഴികാട്ടി എന്ന് പറയുന്ന ഈ കുലദേവത നമ്മുടെ അപ്പൻ്റെ വഴിക്കുള്ള കുലദേവതയാണ് നമുക്ക് ഈ വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഈ കുലദേവത നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൻ്റെ വഴിക്ക് നിന്ന് ചെയ്യും. അതേസമയം അമ്മയുടെ വഴിക്കും ഉണ്ട് കുലദേവത. ഇതിനെയാണ് നമ്മൾ ജന്മം എന്ന് പറയുന്നത്. ജന്മം, അമ്മ വഴിക്കുള്ള കുലദേവതനെ ജന്മമെന്നും അപ്പൻ വഴിക്കുള്ള കുലദേവത ഗുണപതിപ്പുറമെന്നും. അപ്പോൾ ഈ ഗുണപതിപ്പുറത്തുള്ളത് നമുക്ക് വഴികാട്ടിയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അതായത് അതിനൊരു ഉദാഹരണം പറയാം. ഈ അപ്പൻ്റെ വഴിക്കുള്ള ഈ കുലദേവത, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുക, ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിക്ക് നമ്മൾ പോകുമ്പോഴേക്കും നമുക്ക് ഈ വഴി പോയാൽ എളുപ്പമാണ്, കുറുക്ക് വഴിയാണ്, ഷോർട്ട് കട്ടാണ്, നമുക്കിതിലെ പോയാൽ എളുപ്പ വഴിയാണ്. അപ്പം നമുക്കിതിലെ അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്ന് തോന്നുക, അതിലേ പോകണ്ട, നമുക്കിതിലേ പോകാം. പക്ഷേ ഇതിലേ പോയാൽ ചുറ്റാണ്, എങ്കിലും നമ്മൾ ഇതിലേ പോകത്തുള്ളൂ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലാണത്. ഈ തോന്നൽ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. ആര്? ഈ ഗുണപതിപ്പുറത്ത് നിൽക്കുന്ന ഈ കുലദേവത നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. കാരണം ഈ വഴിക്ക് പോയാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അല്ലെ എന്തോ അപകടമുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാറാകുമ്പോഴേക്കും അവിടെ വെച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നി നമ്മൾ ഈ ചുറ്റി പോകേണ്ട വഴിക്ക് നമ്മൾ പോകുന്നതിൻ്റെ കാരണം ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ അന്നേരം പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ തോന്നിപ്പിക്കുന്ന കാര്യത്തിനെ പെട്ടെന്ന് നമ്മൾ ഇച്ചിരി ചുറ്റിയാണേലും വേണ്ടില്ല ഇതിലേ അങ്ങോട്ട് പോകും. അപ്പം ഇത് നമുക്ക് അതിനെയാണ് വഴികാട്ടി എന്ന് പറയും. ഇതിനു വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും പല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഓരോരോ വശങ്ങളിലൂടെ നമ്മൾക്ക് അതിൻ്റെ എളുപ്പമാർഗത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങളില്ലാതെ നമ്മളെ യാത്ര ചെയ്യിപ്പിക്കുന്നത് ഈ പറയുന്ന ഈ അപ്പൻ വഴിക്കുള്ള ഗുണപതിപ്പുറം എന്ന് പറയുന്ന കുലദേവതയാണ്. അതുപോലെ തന്നെ അമ്മ വഴിക്കുള്ള കുലദേവത എന്ന് പറയുന്ന ജന്മം എന്ന് പറയുന്നത് നമുക്ക് കാവലാണ്. ജന്മം, അമ്മ വഴിക്കുള്ള ജന്മം എന്ന് പറയുന്ന കുലദേവതയാണ് നമുക്ക് കാവൽ. അപ്പം ഈ കാവൽ ദേവത നമുക്ക് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കാല് തെന്നി വീഴുവോ, അല്ലെങ്കിൽ ഒരു വണ്ടി അപകടം ഉണ്ടാവുമോ, എന്തെങ്കിലും ആയിക്കോട്ടെ,
ഒരു അപകടം, അതായത് ഒരു മേളിൽ നിന്ന് മരത്തിൽ നിന്ന് വീഴു, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തൊരു അപകടമാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ ആ മരത്തിൻ്റെ മേളിൽ നിന്ന് താഴെ വീണാൽ നമ്മൾ മരിച്ചു പോകുമായിരിക്കാം. പക്ഷെ നമ്മളൊന്നും പറ്റാതെ രക്ഷപ്പെടും. ആ വണ്ടി ഇടിച്ചത് കണ്ടു കഴിഞ്ഞാൽ ചില ആ വണ്ടികളൊക്കെ ഇടിച്ച് വഴി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ, നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരോട് നമ്മൾ പറയാറുണ്ട്, ഓ അവൻ്റെ കാര്യം തീർന്നു കേട്ടോ, ആ വണ്ടി കണ്ടാൽ അറിയാം അവൻ ജ്യൂസായി കാണും. ഇങ്ങനെയൊക്കെ നമ്മൾ പല ഡയലോഗുകളും പറയാറുണ്ട്. അപ്പം ഈ ആൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടുണ്ടായിരിക്കില്ല. മനസ്സിലായോ? വണ്ടി ജ്യൂസായി കാണും, പക്ഷേ ഈ ആൾക്ക് ഒരു പോറൽ പോലും ചിലപ്പോൾ ഏറ്റിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മുറിവോടുകൂടി അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ വണ്ടിയിലിരിക്കുന്ന അത്രയും പേരും രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അപ്പം ഇതാണ് കാവലെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പല കാവലുകളും പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള കാവലുകളും നമുക്ക് ചെയ്യുന്നത് ഈ ജന്മം എന്ന് പറയുന്ന അമ്മ വഴിക്കുള്ള ഈ ഈ ജന്മം എന്ന് പറയുന്ന ഈ കുലദേവതയാണ്. അപ്പം നമ്മൾ ഇതിനെ രണ്ടിനെയും രണ്ട് കൈയിൽ പിടിക്കണം, രണ്ട് കൈയിലും പിടിക്കണം. രണ്ട് കൈയിലും നമ്മൾ അവരെ ഒന്ന് സ്നേഹത്തോടെ നമ്മൾ പിടിച്ച് അവരെ നമ്മളൊന്ന് സംരക്ഷിച്ച് നിർത്തിയാൽ നമ്മുടെ ലെവൽ എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഏത് ലെവലിലോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. അല്ലാതെ ഞാനിത് പറഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ നമ്മൾ അവരെ കിറിയ തേച്ച് വിട്ടിട്ട് കാര്യമില്ല. വ്യക്തമായിട്ടും വൃത്തിയായിട്ടും വെടിപ്പോടുകൂടിയും നമ്മളിത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞെന്നാൽ ഈ ജന്മം എന്ന് പറയുന്ന അമ്മ വഴിക്കുള്ള കുലദേവതയും ഈ ഗുണപതിപ്പുറം എന്ന് പറയുന്ന അപ്പൻ വഴിക്കുള്ള കുലദേവതയും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ വേറെ ആരോടും ഒന്നും പറയണ്ടെന്നേ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ പോയി എന്തെല്ലാം വഴിപാടുകൾ നമ്മൾ നടത്തുന്നു, ഏതെല്ലാം രീതിയിലുള്ള വഴിപാടുകൾ നമ്മൾ നടത്തുന്നു. വല്ല രക്ഷയും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊന്നും നടപടിയില്ല. അത് എത്ര വലിയ ക്ഷേത്രത്തിൽ പോയി എത്ര ലക്ഷത്തിൻ്റെ പൂജ ചെയ്തെന്ന് പറഞ്ഞാലും നടപടിയില്ല. കാരണം നമ്മളെ കാക്കേണ്ടത് ഗുരുവായൂരപ്പനോ ശബരിമല ഇരിക്കുന്ന അയ്യപ്പനോ അതല്ലേ പള്ളിയിലിരിക്കുന്ന പുണ്യാളന്മാരോ ഇവരൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കുലദേവത തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും അതായത് ഭാരതത്തിൽ ജീവിക്കുന്ന, അതായത് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ പേരായ, നേരത്തെ ഭാരതം എന്നായിരുന്നു, ഭാരതത്തിന് മുന്നേ പേരുണ്ട്, അതിനു മുന്നേയും പേരുണ്ട്, അതിനു മുന്നേയും പേരുണ്ട് വേറെ. അതിനെപ്പറ്റിയൊക്കെ വരും വീഡിയോകളിൽ ഞാൻ പറയാം. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ഒരു പൈതൃകം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ചിട്ട, ഒരു ആചാരം, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു സംസ്കാരം, അത്രയേ ഉള്ളൂ. ഇത് ജാതിക്കോ മതത്തിനോ അതീതമാണ്. കാരണം ജാതിയും മതമൊന്നും അല്ല ഇവിടെ. ജാതിക്കും മതത്തിനും ഒക്കെ മേളിലാണിത്. കാരണം ഇവിടെ ഇങ്ങനെയുള്ള ഈ ആചാരം എന്നല്ല, ഈ പറയുന്ന ഈ സംസ്കാരം ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, മോഹൻജാദോ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം നദീതട സംസ്കാരമായി മാറി. അത് പിന്നെ കാവായി, കാവ് സംസ്കാരം പിന്നെ അത് പതി സംസ്കാരമായി. അങ്ങനെ പിന്നീട് അത് കോട്ടങ്ങളും കല്ലമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ മഹാക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് മാറിയത് വരും കാലങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ച തെറ്റുകളാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ കുലത്തെ നമ്മൾ മറന്ന് നമ്മൾ എവിടെ പോയാലും ആരെ വിളിച്ചാലും ഒന്നും നടപടിയില്ല, നടക്കത്തില്ല. ഞാനിപ്പോ പറഞ്ഞില്ല, നമ്മുടെ ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ ഇപ്പൊ ശബരിമല അയ്യപ്പനോ അല്ലെങ്കിൽ ചേലാമറ്റോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോകുമ്പം ആ ദേവതകൾ നമുക്ക് അനുകൂലമായി നിൽക്കില്ല എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ കുടുംബ ദേവത നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ ആ ദേവത നമുക്ക് അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കുടുംബ ദേവതകളാണെങ്കിൽ മാത്രമേ നമുക്ക് അനുകൂലമാകത്തുള്ളൂ. അതേസമയം നമ്മുടെ കുടുംബ ദേവതേനെ, നമ്മുടെ കുലദേവതേനെ നമ്മൾ അനുകൂലമായിട്ട് നിർത്തിയാൽ ബാക്കി നമ്മൾ എവിടെ ചെന്നാലും, കൊടുങ്ങല്ലൂരോ ഏറ്റുമാനപ്പൻ്റെ അടുത്തോ വൈക്കത്തപ്പൻ്റെ അടുത്തോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരപ്പൻ്റെ അടുത്തോ അങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് ആ ദേവത അനുകൂലമാകും. പക്ഷേ നമ്മുടെ കുടുംബ ദേവത
അല്ലെ നമ്മുടെ കുലദേവത നമുക്ക് അനുകൂലമായി നിന്നെങ്കിൽ മാത്രം. അപ്പൊ നമ്മുടെ കുലദേവതനെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അവർക്കൊന്നും കൊടുക്കാതെ, അവർക്കൊരു വെട്ടവും വിളക്കും കൊടുക്കാതെ നമ്മൾ ബാക്കി എത്ര ദേവതകളുടെ പുറകെ, ഏതെല്ലാം ശക്തിയുള്ള ദേവതകളുടെ പുറകെ പോയാലും അനുകൂലമായിട്ട് വരത്തില്ല, അനുകൂലമായിട്ട് അവർ നിൽക്കില്ല. നിങ്ങൾ ഇവിടെ ഒന്ന് കൈവച്ചു നോക്കണം. എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് കൈവച്ചു നോക്കണം. ഇവിടെ ഒന്ന് കൈവച്ച് നോക്കിയാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. പിന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക്, അതായത് ആറ്റിക്കൊണ്ട് കളഞ്ഞല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചു വാരിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തി കാണുമല്ലോ. അപ്പം ക്ഷേത്രത്തിലൊക്കെ ശുദ്ധികലശം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇല്ലേ? എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ശുദ്ധികലശം. ശുദ്ധികലശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. ശുദ്ധിയാക്കുമ്പോഴത്തേന് നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ വല്യപ്പൻ്റെയോ വല്യമ്മയുടെ ഒക്കെ ആത്മാവിനെ അവിടെ കൊണ്ട് ഇരുത്തിയേച്ച് അവർ ശുദ്ധികലശം ചെയ്യുമ്പോഴത്തേന് അത് അവിടെ ഇരിക്കും എന്നാണ് പറയുന്നത്. എവിടെ ഇരിക്കും എന്നാണ് പറയുന്നത്? എങ്ങും ഇരിക്കില്ല, ഒരു ക്ഷേത്രത്തിലും ഇരിക്കത്തില്ല. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോടാണോ താല്പര്യം? എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോടാണോ താല്പര്യം? എൻ്റെ വീട്ടിൽ അങ്ങേയറ്റം 1-2 ദിവസം നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങുക മനസ്സില്ലാ മനസ്സോടെ. അതേസമയം സ്ഥിരമായിട്ട് കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാനാണ് താല്പര്യം, അല്ലേ? അങ്ങനെ താല്പര്യമില്ലാത്തവരാരാ ഉള്ളേ? എന്ന് പറയുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാർക്കും നമ്മുടെ മുത്തശ്ശന്മാർക്കും മുത്തിത്തള്ളമാർക്കും, അല്ലെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ ആവാഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇരുത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ മാത്രമേ ഇരുത്താവൂ. വേറെ എങ്ങും കൊണ്ട് ഇരുത്തരുത്. ഇരിക്കത്തില്ല. നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ, എത്ര കോടി രൂപയുടെ നിങ്ങൾ ചെലവഴിച്ച് ഏത് ഇന്ദ്രനെ കൊണ്ടുവന്ന് നിങ്ങൾ പൂജ ചെയ്താലും നിങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ചേലാമറ്റത്താണ് അതിനുവേണ്ടി വലിയൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചേലാമറ്റത്ത് കൊണ്ട് നിങ്ങൾ ഇരുത്തിയെന്ന് പറഞ്ഞാലും നിങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവർക്ക് വണ്ടിക്കൂലിയും വേണ്ട, വള്ളക്കൂലിയും വേണ്ട, അവർ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കയറിയൊന്നും അല്ല അവർ വീട്ടിൽ വരുന്നത്. നിങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവർ വീട്ടിൽ വരും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ മുതിരരുത്. ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിൻ്റെ യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോടാണോ വല്ലവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിനോടാണോ താല്പര്യം? അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് അത്ര മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മുത്തശ്ശിമാരും മുത്തിത്തള്ളന്മാരും നമ്മുടെ മുത്തശ്ശന്മാരുമൊക്കെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനോടാണ് താല്പര്യം. നമ്മുടെ വീടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുലദേവത, അല്ലെങ്കിൽ നമ്മുടെ കുലദൈവം, അല്ലെങ്കിൽ നമ്മൾ കുടിയിരുത്തിയിരിക്കുന്ന ആ സ്ഥലം, അവിടെയാണ് അവർക്ക് ഇരിക്കാൻ താല്പര്യം. അപ്പം നമ്മുടെ പഴയ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ അപ്പനും അമ്മയും, അല്ലെ നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നോളും. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ വെറും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി നിങ്ങൾ ചുമ്മാ അവരെ ഇവരെയൊക്കെ വിളിച്ച് ലക്ഷങ്ങൾ മുടക്കി പൂജയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ വെറും നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇതിലൊന്ന് കൈവെക്ക്, നിങ്ങൾ ഇതിലൊന്ന് ചെന്ന് തൊട്. അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്, ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തതിലും ഇനി ചെയ്യാനുള്ളതിലും ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് പോയി കൈവെക്കണം. നിങ്ങൾ ഇവരെ ഒന്ന് തൊടണം, ഇവരെ ഒന്ന് സാന്ത്വനിപ്പിക്കണം, ഇവരെ ഒന്ന് സമാധാനിപ്പിക്കണം. ഇപ്പോഴുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്ന അപ്പനെയും അമ്മേനെയും പോലും അനാഥാലയങ്ങളിൽ കൊണ്ട് വിടുവാണ്, എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണ്, അല്ലെ നാട്ടിൽ സ്വന്തം വീട്ടിൽ ചുമ്മാ ഇട്ടിട്ട് അവർ പോവുകയാണ്. അവരുടെ ശാപം നിങ്ങൾ എവിടെ കൊണ്ട് കളയും? അവരുടെ ശാപം? അത് പറ. നാളെ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയല്ലേ? അവരത് കണ്ടല്ലേ വളരുന്നത്. വല്യപ്പനും വല്യമ്മേനെ അവിടെ എവിടെയെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടിട്ടേക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലൊരു വലിയ ബംഗ്ലാവ് പോലൊരു വീട്ടിൽ കൊണ്ട് അവിടെ കൊണ്ട് പൂട്ടിയിട്ടേക്കുന്ന, അല്ലെ അവിടെ ഒരു വേലക്കാരനെ നിർത്തിയിട്ട് അവരെ ഒരു സംരക്ഷണവും കൊടുക്കാതെ, ഒരു സ്നേഹവും ഒരു ഇതും കൊടുക്കാതെ, നമ്മളൊരു ഒരു ഒരു ലാളിത്യം കൊടുക്കാതെ അവരെ നമ്മൾ വെറുതെ ഉപേക്ഷിച്ചിട്ടേച്ച് പോകുന്നു. അപ്പം അവരുടെ ആ ശാപം തന്നെ നമ്മൾ അവിടെ കൊണ്ട് തീർക്കും. അപ്പം അതുപോലെ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മരിച്ചവരോട് നമ്മൾ എന്ത് കാണിക്കുന്നു? എന്താ കാണിക്കുന്നത്? വെറും മണ്ടത്തരങ്ങൾ തന്നെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ശാപങ്ങളും പാപങ്ങളും തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുലദേവതയെ ഒന്ന് തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ അമ്മേനെ സ്നേഹിക്കണം, അവരെ പരിപാലിക്കണം, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കുലദേവതനെ പോയി ഒന്ന് തൊടണം, അതിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്കതിനു വേണ്ടിയുള്ള 100 കണക്കിന് വഴികളുണ്ട്. ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് അത് കണ്ടുപിടിക്കാം, അവരെ പ്രീതിപ്പെടുത്താം, അവരെ തൃപ്തിപ്പെടുത്താം, അവരെ അനുകൂലത്തിലായിട്ട് നമ്മൾ കൂടെ നിർത്തണം. അവർ കാക്കുന്നത് പോലെ നമ്മളെ ആരും കാക്കില്ല, ഒരുത്തരും കാക്കില്ല.
ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന, ഒരു പള്ളിയിലിരിക്കുന്ന ആരും നമ്മളെ കാക്കില്ല. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ നോക്കുന്ന പോലെ നമ്മളെ ആരും നോക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നിങ്ങൾ കുലദേവതയെ തിരിച്ചറിയുക, അതിലേക്കൊന്ന് തൊടുക, അതേ ചെന്ന് തൊട്ട് ഒന്ന് നമസ്കരിക്കുക. നിങ്ങൾക്കതിനു വേണ്ടിയുള്ള അനുഗ്രഹവും നിങ്ങൾക്കതിനു വേണ്ടിയുള്ള സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് കിട്ടും. ഇതെൻ്റെ വിശ്വാസമാണ്. ഒരുപാട് പേരെ ഞാൻ അങ്ങനെ ആ വഴിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ആ വഴിക്ക് തിരിയണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓ